ഹലോ ഗൈസ്, ഹാപ്പി ന്യൂ ഇയർ. ബാക്ക്ഗ്രൗണ്ടിൽ ഒരു സോങ് പ്ലേ ചെയ്യുന്ന കേൾക്കുന്നുണ്ടാവല്ലേ? യെസ്, ഞങ്ങൾ ന്യൂ ഇയർ ആഘോഷിക്കാൻ വന്നിരിക്കുകയാണ് ഗൈസ്. എവിടേക്കാണ് നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞാൽ ഗസ് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ നോക്ക്. സ്ഥലം കണ്ടിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം. ന്യൂ ഇയറിന് എവിടെയെങ്കിലും പോകണമെന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സ്ഥലത്തേക്ക് ഞങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നു പെട്ടതാണ്. ഇവിടെ ഇങ്ങനെ ഒരു ഷോ നടക്കുന്ന കാര്യം ഞങ്ങൾ ഈവനിങ് ഒക്കെ ആയപ്പോഴാണ് അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല, അപ്പം തന്നെ ഷടപടയെന്ന് പറഞ്ഞിറങ്ങി. നമ്മൾ ആദ്യം കാലിക്കറ്റ് ടൗണിലെങ്ങാൻ പോയാലോ എന്നായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ഷോ ഉള്ളത് കൊണ്ട് ഇങ്ങോട്ടേക്ക് വരാമെന്ന് കരുതി. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഏകദേശം ഇതെവിടെയ സ്ഥലം എന്ന്? കോഴിക്കോട് ജില്ലയിലുള്ളവർക്ക് എന്തായാലും മനസ്സിലാവും. നമ്മൾ സർഗാലയയിലേക്കാണ് വന്നിട്ടുള്ളത്. ഇവിടെ ന്യൂ ഇയർ പ്രോഗ്രാം നടക്കുന്നുണ്ട്. സർഗാലയ ലൈറ്റ്സ് ഒക്കെ ഇട്ട് ഫുൾ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ പാർക്കിംഗ് ഏരിയയിൽ നിന്ന് എടുത്ത വീഡിയോ ആണ്. അതിനുശേഷം നമ്മൾ ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് കയറുകയാണ്. 100 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ്. നമ്മളെത്തുമ്പോഴത്തേക്കും പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാ അവിടെ എത്തണം ഇനി നമ്മൾ. അവിടെയാണ് പ്രോഗ്രാം നടക്കുന്നത്. സ്റ്റേജ് കണ്ടില്ലേ? ഇവൻ എവിടെ പോയാലും ഞാൻ കുറച്ച് പിറകിലാണെങ്കിൽ കൈ ഇത് ഇങ്ങനെ നീട്ടിക്കൊണ്ടേയിരിക്കും. അപ്പം ഞാൻ ഓടിപ്പോയി കൈ പിടിക്കും. ഇതെപ്പോഴും ഇങ്ങനെ തന്നെയാട്ടോ. ഇതിൻ്റെ ഒരു റീല് കണ്ടപ്പോൾ ഞാൻ ഇവന് സെൻഡ് ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു, റിലേറ്റബിൾ അല്ലേ എന്ന് ചോദിച്ചിട്ട്. ഇനി നമുക്ക് സ്റ്റോളിലോട്ട് പോവാം. ഇവരെ കണ്ടോ നിങ്ങൾ? ഇതുപോലെ 13 രാജ്യത്ത് നിന്നുള്ള ആളുകളുടെ ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ്, അതായത് കരകൗശല വസ്തുക്കൾ വിൽക്കാൻ വേണ്ടിയിട്ട് ഫെസ്റ്റിവലാണ് സർഗാലയ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് ഫെസ്റ്റിവൽ. അതായത് ഇതൊരു ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലാണ്. ഇവിടെ 13 രാജ്യത്തെ കൂടാതെ നമ്മുടെ രാജ്യത്തുള്ള, അതായത് ഇന്ത്യയിലുള്ള ഏകദേശം പല സംസ്ഥാനത്തു നിന്നുള്ള ആളുകളും ഇവിടെ ഉണ്ട്. അതുപോലെ നമ്മുടെ കേരളത്തിലുള്ള ഇത്രയും കലാകാരന്മാർ ഒരുമിച്ച് അവർ ഉണ്ടാക്കിയ ഓരോ വസ്തുക്കൾ, ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ് വിൽക്കുന്ന ഒരു മേളയാണിത്. ഏകദേശം 10-250ഓളം സ്റ്റോൾസ് ഇതിനായിട്ട് തന്നെ ഉണ്ട്. ജനുവരി 6 വരെയാണ് ഇവിടെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാവുക. ഡാൻസ് കളിക്കും. ഇവരെ ഞാൻ DJ എല്ലായിടത്തും കൊണ്ടുപോവാ. ഡാൻസ് കളിക്കുമോ? ഞങ്ങൾ വരുന്ന ടൈമിൽ അവിടെ ഒന്നും ആളുകളില്ലായിരുന്നു. ഇനി അങ്ങോട്ടാണ് ആളുകൾ വരുന്നത്. ഇതിലേതിനൊക്കെ കോപ്പിറൈറ്റ് അടിക്കുമെന്ന് എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വെറും മ്യൂട്ടായിട്ട് കേൾക്കാം.
മെയിൻ പരിപാടി ഇതൊന്നും അല്ല കേട്ടോ, ഇതവിടെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു DJ ആണ്. ആളുകൾ പാട്ട് വെച്ചപ്പോൾ ഡാൻസ് കളിക്കുന്നു എന്നേ ഉള്ളൂ. മെയിൻ പരിപാടി അപ്പുറത്താണ്, അവിടേക്ക് നമുക്ക് വരാം. അതിനു മുന്നേ ഞങ്ങൾ കുറച്ച് ഫുഡ് കഴിച്ചിട്ട് വരാം. എനിക്ക് പറ്റിയ പരിപാടി എന്നാ അറിയാം, എനിക്ക് പറ്റിയ പരിപാടി ഫുഡ് കോർട്ട് പോയിട്ട് എന്തെങ്കിലും തിന്നുന്നേ, അതായിരിക്കും നല്ല. ഓർമ്മയുമില്ല, 12 മണി ആയില്ല ഇന്ന്. ആ കണ്ട സ്പീഡാ കണ്ട. ഏടിയാന്ന് ഇതാന്ന്. ഇത് സർഗാലയയുടെ തന്നെ ഫുഡ് കോർട്ടാണ്. ഇവിടെ നമ്മൾ ആദ്യം ബില്ല് ചെയ്തിട്ട് വേണം ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഉള്ളിലാണ് ഫുഡൊക്കെ ഓർഡർ ചെയ്യുന്നത്. മെനു ബോർഡ് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ബിരിയാണി വേണ്ട, തട്ടുദോശ മതിയെന്ന്. കഴിഞ്ഞ ദിവസം ഞാൻ കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു ആ തട്ടുദോശ. കോഴിക്കോട് നിന്ന് കഴിച്ച തട്ടുദോശ പോലെ ഉണ്ടാവുമെന്ന് കരുതിയിട്ട് ഓർഡർ ചെയ്തതാണ്. പക്ഷേ വെറുതെ ആയിപ്പോയി, വേസ്റ്റ് സാധനമായിരുന്നു, ഒരു ടേസ്റ്റും ഇല്ല, ഒന്നിനും കൊള്ളാത്ത സാധനം, വെറുതെ. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നമുക്ക് മെയിൻ പരിപാടി നടക്കുന്നിടത്തിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് മെയിൻ പ്രോഗ്രാം. പിന്നെ ഇവിടെ പെഡൽ ബോട്ടും അമ്യൂസ്മെൻ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് എന്ന് പറയുകയാണെങ്കിൽ ആർക്കോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന് പറയും പോലെയാണ്. ആരും അതിലൊന്നുമില്ല, ആരും അതൊന്നും ശ്രദ്ധിക്കുന്നുമില്ല. പ്രോഗ്രാമൊക്കെ കണ്ടതിൻ്റെ ക്ഷീണം തീർക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഷേക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. സ്ട്രോബെറി ഷേക്കായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ക്യാമറമാന് കുറച്ച് ഷേക്ക്. ഓ അത്രേ ആയിട്ടുള്ളൂ അല്ലേ, കുഴപ്പമില്ല. ആ കുടിച്ചോ കുടിച്ചോ കുടിച്ചോ. മുന്തിരി അതേ ജാറിലിട്ട് അടിച്ചിട്ടായിരിക്കും. നിനക്ക് സ്ട്രോ ഉണ്ട്, സ്പൂൺ ഉണ്ട്, പിന്നെ നീ എന്തിനാ ഇങ്ങനെ വായി വെച്ച് കഴിക്കുന്നേ കുടിക്കുന്നേ? താടിയും മുടിയൊക്കെ വെട്ടി എന്റെ സുന്ദര കുട്ടപ്പന. അങ്ങനെ 10:30 പരിപാടി എന്തായാലും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആൾക്കാർ പരിപാടി കഴിഞ്ഞിട്ട് പോകുന്നു, നമ്മൾ പരിപാടി കഴിഞ്ഞപ്പോൾ
ചേച്ചിൻ്റെ അടുത്തേക്ക് പോകാം. അതെ, പരിപാടി ഞങ്ങൾക്ക് വലിയ ഇഷ്ടമാവാത്തതുകൊണ്ട് ഞങ്ങൾ പരിപാടി കാണാൻ നിന്നിട്ടില്ലായിരുന്നു. കഴിഞ്ഞപ്പോൾ ഹാപ്പി ന്യൂ ഇയർ 2025 എന്നൊക്കെ എഴുതി കണ്ടപ്പോൾ അതിൻ്റെ വീഡിയോസ് എടുക്കാമെന്ന് കരുതി പോയി. പിന്നെ വേറൊരു കാര്യം, ഇത് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലാണ് കേട്ടോ പരിപാടി നടക്കുന്നത്. പരിപാടിയൊക്കെ കഴിഞ്ഞു എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം നമ്മൾ ആ ചെയറിൽ പോയിട്ട് ഇരിക്കുകയാണ്. നമ്മൾ തൊട്ടു മുന്നേ കാണിച്ച DJയും ഡാൻസും ഒക്കെ നടക്കുന്ന അവിടെയായിരുന്നു പോയി നിന്നിട്ടുണ്ടായിരുന്നു. ഇതിനേക്കാളും നല്ല പ്രോഗ്രാമായിട്ട് നമുക്ക് അതായിരുന്നു തോന്നിയത്. ക്രാക്കേഴ്സൊക്കെ ഇടയ്ക്കിടയ്ക്ക് പൊട്ടിക്കുന്നുണ്ടായിരുന്നു. 10:30 അവിടെ പരിപാടി കഴിഞ്ഞതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് DJ നടക്കുന്ന സ്ഥലത്തേക്ക് തന്നെ പോയി. പോയ ടൈമിലുള്ള ആളാണിത്. പരിപാടി കഴിയാനായപ്പോഴത്തേക്കുള്ള ആളെ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഒരു കേക്ക് കട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. മുഴുവൻ സുഹൃത്തുക്കളോടും നന്ദി പറയട്ടെ. തുടർന്നും എല്ലാവരുടെയും സന്തോഷവും സഹകരണവും ഞങ്ങൾക്കൊപ്പം ഉണ്ടാവണം. കറക്റ്റ് 12:02 അമൽ വിളിച്ചിട്ടുണ്ടായിരുന്നു ന്യൂ ഇയർ വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. ചാച്ചുവാണ് എന്നെ ഈ പ്രോഗ്രാമിന് കൊണ്ടുവന്നത്. ഞാൻ ആദ്യമായിട്ടൊരു ന്യൂ ഇയർ പ്രോഗ്രാമിനൊക്കെ പോകുന്നത്. ഞാൻ ഭയങ്കര ഹാപ്പിയായി. അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞു നമ്മൾ തിരിച്ചു പോവാണ്. തിരിച്ചു പോകുമ്പോൾ ഒരു കരിക്കിൻ്റെ കട കണ്ടു. അപ്പം ഞങ്ങൾ കരുതി എന്നാൽ ഒരു കരിക്ക് കുടിച്ചിട്ട് പോവാം. സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും, നേരത്തെ ഞാനിട്ട ഡ്രസ്സ് വേറെയാണ്, ഈ ഡ്രസ്സ് വേറെയാണ്. എനിക്ക് തണുത്തിട്ടൊരു രക്ഷയില്ലായിട്ട് ഞാൻ എൻ്റെ ഷർട്ട് മാറ്റിയതാണ്. ഞാൻ ഒരു ഷർട്ട് എക്സ്ട്രാ എടുത്തിട്ടുണ്ടായിരുന്നു. ഡ്രസ്സ് മാറി തണുക്കുന്ന ഇത് എടുത്തിട്ടല്ലേ. അങ്ങനെ വടകരയിൽ നിന്ന് നമ്മൾ നേരെ എൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അങ്ങനെ പേരാമ്പ്ര എത്തിയപ്പോൾ നമ്മൾ ഒരു ചായ കൂടി കുടിക്കാമെന്ന് കരുതി. അതിലെ ചായ പറഞ്ഞു നടന്നോ. എൻ്റെ ഫേസ് നോക്കൂ ഗൈസ്, ഉറക്ക് വന്നിട്ടാണെങ്കിൽ എനിക്കൊരു രക്ഷയുമില്ല. അതിൻ്റെ ഇടയിൽ ഒരു കള്ള പട്ടി എനിക്ക് പണി തരുകയും ചെയ്തു. ഞാനാണ് പേടിച്ചൊരു വിധമായി പോവുകയും ചെയ്തു. എനിക്ക് പട്ടീനെ പണ്ടേ പേടിയാണ്. അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ ഗൈസ്. അപ്പോൾ പട്ടി തന്ന പണി കൂടി കണ്ടിട്ട് പോയിക്കോ. മതി മതി, എൻ്റെ ഇന്നത്തെ കഴിഞ്ഞ് നടന്നോ. വേണ്ട, നീ എന്നെ നിന്നോ. നീ വീട്ടിൽ പോയിട്ട് ചായ കുടിച്ചോ. കൊടുത്തേ പാവോ. ചായക്ക് ലേസായിട്ടും അത് കൊടുത്ത ഇട്ട് കൊടുക്കുക, ചിലപ്പം തോന്നും.
ഫുള്ള് കൊടുക്കണ്ട, വേണ്ട. പേടിക്കുന്നു. പോവും, വേണ്ട, പോയി. എടാ ഒന്നും ചെയ്യില്ലടാ, ഇങ്ങനത്തെ എടുക്കുന്നുള്ളതൊന്നും ചെയ്യില്ല. അപ്പോൾ ബൈ ഗൈസ്, ഹാവ് എ നൈസ് ഡേ.